എൻ്റെ അമ്മേനോട് എനിക്ക് എന്തെങ്കിലും കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നോട് പറയുന്ന കാര്യം ഞാനിതൊന്നും ഉണ്ടായിട്ടല്ല ഇത്രയും നാൾ ഇവിടെ എത്തിയത്. എൻ്റെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ നിങ്ങളുടെ മുഖത്തിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറയാറ്. ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന അമ്മമാർ നിങ്ങൾക്കും ഉണ്ടാവും. ഒരു പരിധിവരെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിൽ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആ കോസ്മെറ്റിക്സിൽ ലിപ്സ്റ്റിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലെഡ്, കാഡ്മിയം, ക്രോമിയം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റൽസ് ഉണ്ട്. ഫൗണ്ടേഷൻസിലാണെന്നുണ്ടെങ്കിൽ സിലിക്കോൺ, ടാൽക്ക്, മിനറൽ ഓയിൽസ്, സിന്തറ്റിക് ഡൈസ് അങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് വരുന്നതാണ് ഈ കോസ്മെറ്റിക്സ് എന്ന് പറയും. ഇതിൻ്റെ എല്ലാം ക്രോണിക് ആയിട്ടുള്ള എക്സ്പോഷർ നമ്മുടെ സ്കിന്നിലെ മെറ്റൽസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് അലർജീസ് ആയിട്ടും സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ആവാനായിട്ട് ചാൻസസ് ഒരുപാടുണ്ട്. ഫൗണ്ടേഷനിലും ഈ ഹെവി മേക്കപ്പ് ലുക്കിലൊക്കെ വരുമ്പോൾ അതിലുള്ള മെറ്റൽസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ അതായത് സെബേഷ്യസ് ഗ്ലാൻഡിനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ആക്നെ, ഫോളിക്കുലൈറ്റീസ്, ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ പോവും. നമ്മുടെ സ്കിന്നിലൊരു ആസിഡ് ഉണ്ട്. ഈ ആസിഡ് എന്തിനാണ് സ്കിന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് ബാക്ടീരിയാസിൽ നിന്നും അതേപോലെ ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ആസിഡാണ്. ഈ കണ്ടിന്യൂസ് എക്സ്പോഷർ വരുന്ന സമയത്ത് ഈ ആസിഡിൻ്റെ pH ലെവൽ മാറും. അപ്പോൾ സ്കിന്നിൽ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റാതെ വരും. ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് നമ്മൾ സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഇൻജസ്റ്റ് ആവാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് എക്സ്പോഷർ അവിടെ വരുമ്പോഴും നമ്മുടെ കിഡ്നി ഡാമേജ് അങ്ങനെയുള്ള ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്ന് ഡാമേജ് അയക്കാനും നല്ല ചാൻസ് ഉണ്ട്. കൂടാതെ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ മെക്കാനിസത്തിനൊക്കെ ഇൻട്രപ്റ്റ് ചെയ്ത് ഹോർമോണൽ ഇംബാലൻസ് വരെ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. യൂസ്ഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈക്കോളൈ, പിന്നെ സ്റ്റെഫൈലോക്കോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലി റിസ്ക് ഉള്ള ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇംപ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ബാഡായിട്ട് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യും. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷണലായിട്ട് യൂസ് ചെയ്യുന്നതൊന്നും വലിയ ഹാംഫുൾ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യില്ല. പക്ഷേ കണ്ടിന്യൂസ് ക്രോണിക് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ നമ്മുടെ ബോഡിയിൽ ഈ മേക്കപ്പ് പ്രൊഡക്ട്സിന് വരാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സ്കിന്നിനാണെന്നുണ്ടെങ്കിലും ഡാമേജ് ഉണ്ടാക്കും, ഇൻറ്റേർണലി അതിന് ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.